പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. അൻവറിന്റെ ഈ നീക്കം യഥാർത്ഥത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ആശയധാര സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ, അല്ലെങ്കിൽ ഭാവിയിലെ രാഷ്ട്രീയ സാധ്യതകൾ ഉറപ്പാക്കാനുള്ള വിലപേശൽ രാഷ്ട്രീയമാണോ എന്നതിലാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാന ശ്രദ്ധ. അൻവറിന്റെ സമീപകാല രാഷ്ട്രീയ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ പലതരം കാരണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിലും പാർട്ടിയുടെ ദേശീയ നേതൃത്വം കേരള ഘടകത്തിന് ആവശ്യമായ പരിഗണന നൽകിയില്ലെന്നതാണ് അൻവർ ഉയർത്തുന്ന പ്രധാന ആരോപണം. സംസ്ഥാനത്ത് പാർട്ടി വളർത്താൻ വേണ്ട രാഷ്ട്രീയ പിന്തുണയോ സംഘടനാപരമായ സഹായങ്ങളോ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചാരണ പിന്തുണയോ ദേശീയ നേതൃത്വം നൽകാത്തതിൽ അദ്ദേഹം കടുത്ത അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ പാർട്ടിക്ക് കൂടുതൽ സാന്നിധ്യം ഉണ്ടാക്കുന്നതിനായി ദേശീയ തലത്തിലെ പ്രമുഖ നേതാക്കളെ പ്രചരണത്തിനായി അയക്കണമെന്ന ആവശ്യം അൻവർ ഉന്നയിച്ചിരുന്നുവെന്നാണ് വിവരം. എന്നാൽ ആ ആവശ്യം തൃണമൂൽ നേതൃത്വം ഗൗരവമായി എടുത്തില്ലെന്നും കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ അവർ തയ്യാറായില്ലെന്നും അൻവർ ആരോപിക്കുന്നു. അതേസമയം ബി.ജെ.പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സഹകരണവും ഉണ്ടാകരുതെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നിലപാട് കേരളത്തിൽ പ്രായോഗികമല്ലെന്നാണ് അൻവറിന്റെ വിലയിരുത്തൽ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ.ഡി.എഫിനെയും ബി.ജെ.പിയെയും നേരിടാൻ കോൺഗ്രസുമായി സഹകരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വവുമായി നിലപാട് വ്യത്യാസം രൂക്ഷമായതും അൻവറിനെ പാർട്ടി വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചുവെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് അടുത്ത മാസം 15-നുള്ളിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന നിർണായക പ്രഖ്യാപനം അൻവർ നടത്തിയത്. പുതിയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് CPM-ൽ നിന്ന് വിട്ടുവന്നവരുടെ ഒരു കൂട്ടായ്മയായിരിക്കുമെന്ന സൂചനയും അദ്ദേഹം തുറന്നു പറഞ്ഞു. CPM-നെതിരെ ശക്തമായ രാഷ്ട്രീയ പടയൊരുക്കം നടത്തുന്നതിനായി പാർട്ടി വിട്ട നേതാക്കളെയും അതൃപ്തരായ മുൻ പ്രവർത്തകരെയും ഒന്നിച്ചുകൊണ്ടുവരാനാണ് അൻവറിന്റെ ശ്രമമെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മുൻ PA-യും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായ A. സുരേഷുമായി അൻവർ അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ CPM വിട്ട മറ്റു നേതാക്കളുമായും അദ്ദേഹം തുടർ ചർച്ചകൾ നടത്തുമെന്ന് വ്യക്തമാക്കിയതോടെ അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ തന്ത്രമുണ്ടെന്ന സംശയം കൂടുതൽ ശക്തമായി. UDF-മായി ആലോചിച്ച് പുതിയ രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുമെന്ന അൻവറിന്റെ പ്രസ്താവനയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇത് UDF-നൊപ്പം നേരിട്ടുള്ള രാഷ്ട്രീയ സഹകരണമാണോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നണിയിൽ പരോക്ഷ പിന്തുണയോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ CPM-ൽ അതൃപ്തരായ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് UDF-ന്റെ പിന്തുണയോടെ ഒരു പുതിയ രാഷ്ട്രീയ ശക്തി സൃഷ്ടിക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഈ നീക്കം UDF-ന് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. ചിലർ പറയുന്നതനുസരിച്ച് അൻവറിന്റെ സ്വാധീനം ചില മണ്ഡലങ്ങളിൽ LDF-ന് തിരിച്ചടിയാകാം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ശക്തമായ പ്രദേശങ്ങളിലോ CPM-ൽ അസംതൃപ്തിയുള്ള വിഭാഗങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിലോ അൻവറിന്റെ നീക്കം UDF-ന് ചെറിയൊരു രാഷ്ട്രീയ നേട്ടം സമ്മാനിക്കാൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മറ്റു ചില വിലയിരുത്തലനുസരിച്ച് അൻവറിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവിയെ ഉറപ്പാക്കാനുള്ള ശ്രമം മാത്രമാണ് ഇതെന്നും വലിയ ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി പുതിയ പാർട്ടി മാറുക എളുപ്പമല്ലെന്നും അഭിപ്രായമുണ്ട്. അതേസമയം അൻവറിന്റെ പ്രഖ്യാപനങ്ങളെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം അതീവ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ സംസ്ഥാന സെക്രട്ടറി V. ശിവദാസൻ നായർ, ദാസു എന്നറിയപ്പെടുന്ന നേതാവ് അൻവറിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തി. അൻവർ ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്ത വ്യക്തിയാണെന്നും അധികാരത്തിനായി മാത്രം രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നടക്കുന്ന ആളാണെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്ഥിരതയില്ല, മനോനില പോലും തകരാറിലായ അവസ്ഥയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ജയിക്കില്ല. അദ്ദേഹം ഏതു പാർട്ടിയിലേക്ക് പോയാലും ആ പാർട്ടിക്ക് നഷ്ടമാകും എന്ന തരത്തിലാണ് ദാസുവിന്റെ പ്രതികരണം. അൻവറിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനത്തെ ഗൗരവത്തോടെ കാണേണ്ടതില്ലെന്നും അത് വെറും രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണെന്നും തൃണമൂൽ നേതൃത്വം വിലയിരുത്തുന്നു. ഇതിനിടെ അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കൂടുതൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് സൂചന. പ്രത്യേകിച്ച് CPM-ൽ നിന്ന് പുറത്തുപോയവരെയും നിലവിലെ മുന്നണികളോട് അതൃപ്തരായവരെയും ഒരുമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് അൻവറിന്റെ പുതിയ രാഷ്ട്രീയ സംരംഭത്തിന്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുക. കേരള രാഷ്ട്രീയത്തിൽ ഇതിനകം തന്നെ UDF-ഉം LDF-ഉം ബി.ജെ.പിയും തമ്മിലുള്ള മത്സരം കടുത്തിരിക്കെ പി.വി. അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കം മൂന്നാം വഴി എന്ന നിലയിൽ വളരാനിടയുണ്ടോ, അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള മറ്റൊരു ശ്രമമായി മാറുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.